ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ക്യാൻ ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17? പെർഫോം ദ ഡിവിഷൻ ടു ചെക്ക് യുവർ ആൻസർ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 1/17 നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പീറ്റിംഗ് ബ്ലോക്സിൽ എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷനിൽ ഒരു പാറ്റേണിൽ നമ്പേഴ്സ് റിപ്പീറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ആവുന്ന നമ്പേഴ്സിൻ്റെ മേലെ നമ്മൾ ഒരു ബാറ് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ ബാറ് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ ബാറിന് താഴെയുള്ള ആ നമ്പേഴ്സ് എല്ലാം റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാനുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.021 ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം അല്ലേ. 0.021 എന്ന് എഴുതിയിട്ട് ഒരു ബാറ് കൊടുത്താൽ മതി. 021 എന്ന നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അതുപോലെ തന്നെ നോക്കൂ, 0.1302 ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബാർ കൊടുക്കാൻ പറ്റുന്നത്? 0.1302 എഴുതിയിട്ട് അതിൻ്റെ മേലെ ഒരു ബാർ കൊടുത്താൽ മതി അല്ലേ. ഇത് കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ 4 ഡിജിറ്റ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 1/17 ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോൾ റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 1/17 ആണ് ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 17ൻ്റെ ടേബിൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് കുറേ സമയം കളയണ്ടല്ലോ. 1/17. അപ്പോൾ 1ൽ 17 ഇല്ല, 0 കൊടുത്തു, ഇവിടെ ഒരു ഡെസിമൽ കൊടുത്തു, അതുപോലെ ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു 0 കൊടുക്കാം. ഇനി 10ൽ 17 ഉണ്ടോ എന്ന് നോക്കാം. 10ൽ 17 ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു 0 കൊടുത്തു. ഇനി ഒരു 0 കൂടെ കൊടുക്കുന്നുണ്ട് 100 ആക്കിയതിനെ. 100ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 17 × 5 is 85. 17 × 6 ആകുമ്പോൾ 102 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 എടുക്കാം. 5 × 17 is 85. 100 minus 85 is 15. ഓരോ സീറോസ് കൊടുക്കാം. 150ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത് നോക്കൂ, 17 × 8 is 136. 17 × 9 ആവുമ്പോൾ 153 ആവുന്നുണ്ട്. അത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് 17 × 8 എടുക്കാം. 8 × 17 is 136. 150 minus 136 is 14. നമുക്ക് വീണ്ടും ഓരോ സീറോസ് കൊടുക്കാം. 140ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, 17 × 8 തന്നെയാണ് അല്ലേ. 136 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 8 എടുക്കാം. 8 × 17 is 136. 140 minus 136 is 4. ഓരോ സീറോസ് കൂടെ കൊടുക്കാം. ഇനി 40ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 17 × 2 34 കിട്ടുന്നുണ്ട്. അതെടുക്കാം നമുക്ക്. 2 × 17 is 34. 40 minus 34 is 6. ഓരോ സീറോസ് കൂടെ കൊടുക്കാം നമുക്ക്. 60ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 17 × 3 is 51. അപ്പോൾ നമുക്ക് 3 എടുക്കാം. 3 × 17 is 51. 60 minus 51 is 9. ഇനിയും ഓരോ സീറോസ് കൊടുക്കാം. 90ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 5 ടൈംസ് ആണ്. 5 × 17 is 85. 90 minus 85 is 5. ഓരോ സീറോസ് കൂടെ കൊടുക്കാം നമുക്ക്. 50ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 17 × 2 34. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. 2 × 17 is 34. 50 minus 34 is 16. ഇനി ഓരോ സീറോസ് കൂടെ കൊടുക്കാം രണ്ടിലും. 160. അപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതാം നമുക്ക്. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ 160 ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. 160ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. നോക്കൂ, 17 × 9 is 153. അത് എഴുതാം നമുക്ക്. 9 × 17 is 153. 160 minus 153 is 7. നമുക്ക് വീണ്ടും ഓരോ സീറോസ് കൊടുക്കാം. 70ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം.
17 into 4 is 68. നമുക്ക് 4 into 17, 68 ഇവിടെ എഴുതാം. 70 minus 68 is 2. ഓരോ സീറോസ് കൂടെ കൊടുക്കാം. 20. 1 into 17 is 17. 20 minus 17 is 3. ഓരോ സീറോസ് കൂടെ കൊടുക്കാം. 30ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 17 into 2 നോക്കുമ്പോൾ 34 ആണ്. 1 തന്നെ കൊടുക്കാം. 1 into 17 is 17. 30 minus 17 is 13. ഓരോ സീറോസ് കൂടെ കൊടുക്കാം നമുക്ക്. 130. 130ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 7 times. 7 into 17 is 119. അപ്പോൾ നമുക്ക് 7 കൊടുക്കാം ഇവിടെ. 119. 130 minus 119 is 11. അപ്പോൾ നമുക്ക് ഓരോ സീറോസ് കൂടെ കൊടുക്കാം. 110. 110ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. 102 ഉണ്ട് അല്ലേ. 17 into 6 ചെയ്യുമ്പോൾ നമുക്ക് 102 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എഴുതാം. 6 into 17 is 102. ഇനി 110 minus 102 is 8. ഓരോ സീറോസ് കൂടെ കൊടുക്കാം നമുക്ക്. 80ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 17 into 4 68 ആണ്. 17 into 5 എടുത്താൽ 85 ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 തന്നെ എടുക്കാം. 4 into 17 is 68. 12 എന്ന് ആൻസർ കിട്ടും. ഇനിയും നമുക്ക് 0 കൊടുക്കാം. 120 ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതുന്നുണ്ട്. 120ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കാം. നോക്കൂ. 17 into 7 119. 7 എന്ന് എഴുതാം അല്ലേ. 7 into 17 is 119. 120 minus 119 is 1. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? 1 divided by 17 വെച്ചിട്ട് തന്നെയായിരുന്നു തുടങ്ങിയത് അല്ലേ. വീണ്ടും നമുക്ക് റിമൈൻഡർ 1 തന്നെ കിട്ടി. നമുക്ക് ഓരോ സീറോസ് വീണ്ടും കൊടുക്കാം. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കൊടുക്കാം. ഇപ്പോൾ 10 ആണ്. 10ൽ 17 ഇല്ല, അപ്പോൾ 0 കൊടുത്തു. വീണ്ടും ഒരു 0 കൂടെ കൊടുത്തു. അപ്പോൾ 100. 100ൽ എത്ര 17 ഉണ്ടെന്ന് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. 5 into 17 is 85. 100 minus 85 നോക്കുമ്പോൾ നമുക്ക് 15 കിട്ടി. ഒരു 0 കൂടെ കൊടുക്കാം. അപ്പോൾ 150 ആയി. ഇതിങ്ങനെ റിപ്പീറ്റ് ആയി തുടങ്ങിയാലോ. ഇപ്പോൾ നോക്കൂ. ഇവിടെ 05, ഇവിടെ 05. അതുപോലെ നമ്മൾ ചെയ്ത് വന്ന റിപ്പീറ്റിംഗ് നോക്കൂ. ഇവിടെ 100, 85, അതുപോലെ 150. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആയിരിക്കും. 8 into 17 is 136. പിന്നെ നമുക്ക് 4 വരും. 0 കൊടുക്കാം. അങ്ങനെ ഇത് കണ്ടിന്യൂ ആയി പോകും. അപ്പോൾ നമുക്ക് റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ റിപ്പീറ്റ് ആവാൻ തുടങ്ങി അല്ലേ. 0, 5, 8 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 1/17 ഈക്വൽസ് ടു 0.08823529411767. ഇത്രയാണ് നമ്മുടെ ഡിജിറ്റ്സ് ഉള്ളത്. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ 16 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റിംഗ് മോഡിലുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. By long division, the number of digits in the repeating block of digits in the decimal expansion of 1/17 is 16. Hence, the answer is verified. Okay? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു. ബൈ ബൈ.